ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട പേരുകളിലൊന്നും CP രാധാകൃഷ്ണനേത് ഉയർന്നു കേട്ടിരുന്നില്ല നേരത്തെ. എന്നാൽ RSSന് പ്രിയപ്പെട്ട തമിഴ്നാട്ടുകാരൻ നേതാവിലേക്കാണ് BJPയുടെ ഉന്നത നേതൃത്വം എത്തിയത്. ദക്ഷിണേന്ത്യൻ സംഘപരിവാർ രാഷ്ട്രീയത്തിലേറെ പ്രാധാന്യമുള്ള നേതാവാണ് CP രാധാകൃഷ്ണൻ. തമിഴ് മോദി എന്ന് വിളിപ്പേരുള്ള CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ നിശ്ചയിച്ചതിലൂടെ BJP ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. തമിഴ്നാട്ടിൽ BJP ഉണ്ടായ കാലം മുതൽക്കേ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാൻ പ്രവർത്തിച്ച നേതാവിനെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ സ്ഥാനം നൽകുക. ഗവർണറുമായി നിരന്തരം പോരാടി നിൽക്കുന്ന MK സ്റ്റാലിനുള്ള മറുപടി കൂടിയാണ് അവിടെ നിന്ന് തന്നെയുള്ള RSS നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കം. DMK BJP സഖ്യത്തിൽ നിന്ന് പോയ കാലത്ത് AIADMKയെ മുന്നണിയിലേക്ക് എത്തിച്ച നേതാക്കളിൽ പ്രമുഖനാണ് CP രാധാകൃഷ്ണൻ. 1996 തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു. RSSലൂടെ പൊതുരംഗത്തേക്ക് വന്ന ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന ഈ തിരുപ്പൂരുകാരൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ സ്ഥാനത്തെത്തുന്ന മൂന്നാമത്തെ തമിഴ്നാട്ടുകാരൻ കൂടിയാകും അദ്ദേഹം. ഡോക്ടർ S രാധാകൃഷ്ണനും R വെങ്കട്ടരാമനും ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാം ഉപരാഷ്ട്രപതി. അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ് സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ നേതാവായ CP രാധാകൃഷ്ണൻ ദക്ഷിണേന്ത്യൻ സംഘപരിവാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. മഹാരാഷ്ട്ര ഗവർണറായ അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരിയായി സംഘപരിവാർ സംഘടനാ ചുമതലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ പാർലമെന്റ് അംഗവും മുൻ ജാർഖണ്ഡ് ഗവർണറുമാണ്. തെലങ്കാന ആക്ടിംഗ് ഗവർണർ, പുതുച്ചേരി ആക്ടിംഗ് ലഫ്റ്റനന്റ് ഗവർണർ പദവികളിലും ഇരുന്നിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.